ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയാലോ. ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തത്. ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ 3 എണ്ണം എടുത്തോളൂ. ഇത് കൂടുതൽ ടൈം ഗ്രൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ട് ഇവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ പീസ് ജിഞ്ചർ, 3 പച്ചമുളക്, കുറച്ച് കടുക്, 1/2 കപ്പ് തൈര്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ടിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന ബീട്രൂട്ട് കറിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് തൈരാണ്. തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കറി കിട്ടും. കൂടുതൽ തൈര് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. 6 ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 3 വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അല്പം കരിവേപ്പില ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നുണ്ട്. ഇത് വറുത്തതിന് ശേഷം കറിയിലേക്ക് നമ്മൾ ഈ ഒരു വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാം.